കേരളത്തിൽ മഴ പൊതുവെ ദുർബലമായിട്ടുണ്ടെങ്കിലും മഴ ശക്തമായി പെയ്ത ഇടങ്ങളിലൊക്കെ മതിലുകൾ പലതും നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ്. മതിലുകളുടെ അരികിൽ അധികം നേരം സംസാരിച്ച് നിൽക്കാതിരിക്കുക, മതിലിൽ ചാരി നിന്ന് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും അപകടം ഉണ്ടായേക്കാം. അത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് മതിൽ ഇടിഞ്ഞു വീണ് അപകടം. കോഴിക്കോട് കോയ റോഡ് തിരുവത്ത് ബസാറിലാണ് മതിൽ ഇടിഞ്ഞ് കുട്ടികൾക്ക് മേൽ പതിച്ചത്. ഈ അപകടത്തിൽ 5 കുട്ടികൾക്ക് പരിക്കേറ്റു. കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് തിരുവത്ത് ബസാർ കോയ റോഡിൽ ഇന്ന് രാവിലെ 8:30 അപകടമുണ്ടായത്. ഈ കെട്ടിടത്തിന്റെ ചുമർ തകർന്നു വീണ് കുട്ടികളുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. 5 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ പരിക്ക് വളരെ സാരമുള്ളതാണ്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു 3 കുട്ടികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഉള്ളത്. ഒരു വാഹനം, വലിയൊരു ഭാരവാഹനം വന്നപ്പോൾ, ഒരു ലോറി വന്നപ്പോൾ ഈ കെട്ടിടത്തിന്റെ കഴുക്കോലിന്റെ മുകളിലേക്ക് ലോറി തട്ടുകയും ഇതിന്റെ ചുമർ കുട്ടികളുടെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എത്തിയ കുട്ടികളാണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ദേഹത്തേക്കാണ് ഇത് വന്ന് പതിച്ചത്. അവർ വാഹനം കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു അപകടം. ഒരു അല്പം വൈകിയിരുന്നെങ്കിൽ, 9 മണി സമയമായിരുന്നെങ്കിൽ വലിയ അപകടമായിരിക്കുമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ദൃക്സാക്ഷികളായ ആളുകൾ ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതായത് എല്ലാ കുട്ടികളും ഇവിടെ ഇങ്ങനെ എന്നും നിത്യവും ഇവിടെയാണ് കാത്തു നിൽക്കല്. സ്കൂൾ ബസ് വാഹനം വരുത്തി ഇവിടെയാണ്. ഈ കുട്ടികൾ കാത്തു നിന്നപ്പോൾ അതിൻ്റെ ശേഷമാണ് ഒരു വലിയൊരു വാഹനം വരുന്നത്. ആ വാഹനത്തിൽ വരും ഇവിടെ ഒരു തള്ളി നിൽക്കുന്നുണ്ട്, ഒരു മരക്കഷ്ണം തള്ളി നിൽക്കുന്നുണ്ട്. ആ മരക്കഷ്ണത്തിന്റെ മുകളിൽ തള്ളി കഴുക്കോല് അതിൻ്റെ മുകളിൽ തട്ടിയിട്ടാണ് ചുമരാൻ കുട്ടികളുടെ ദേഹത്തേക്ക് വീണത്. 5 കുട്ടികൾ സ്പോട്ടിൽ തന്നെ. 2 കുട്ടികളുടെ കാര്യം ഇതാണ്, ഒരു ഗുരുതരമായതാണ്, പരിക്കാണ്. ബാക്കി 3 കുട്ടികളും 5 കുട്ടികളെ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് ബീച്ചിലാണ്. ബീച്ച് ഹോസ്പിറ്റലിൽ അവിടുന്ന് 2 കുട്ടികൾക്ക് റെഫർ ചെയ്തതാണ് ഇപ്പോൾ കേൾക്കുന്നത് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. എല്ലാ കുട്ടികളും പ്രദേശവാസികളാണ്, ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. ഇത് ഇവിടെ എപ്പോഴും അത് ഒരു 8:40 ആയതിനെ കൊണ്ട് രക്ഷപ്പെട്ട് ഒരു 9 മണിക്ക് ശേഷമാണെങ്കിൽ കുട്ടികൾ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വലിയ വാഹനം ഈ വഴിക്ക് പോകാൻ പാടില്ല. അതാണ് നമ്മളെ ആവശ്യം. ഈ ഭാരവാഹനങ്ങൾ സ്ഥിരമായി ഈ വഴി പോകാറുണ്ടോ? വലിയ വാഹനങ്ങളൊന്നും ഈ വഴിക്ക് പോകാറില്ല. പിന്നെ മാത്രമല്ല, ഈ ബിൽഡിങ്ങിന് 70 വർഷത്തെ പഴക്കമുണ്ട്. അപ്പം ഇത് നിരന്തരം ഈ ജന്മിയായിട്ട് സംസാരിച്ച് ശ്രദ്ധപ്പെടുത്തിയിരുന്നിട്ട് ഇത് പൊളിച്ചു മാറ്റാന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഈ ബിൽഡിംഗ് ഉപയോഗശൂന്യമായി കിടക്കുന്നതുകൊണ്ട് കുറേ മാലിന്യങ്ങളും ഈ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ജന്തുക്കളും അതും ഉണ്ട്. പിന്നെ ഈ 5 കുട്ടികളെ ബീച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അതിൽ 2 കുട്ടികളെ ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് 2 കുട്ടികളെ പരിക്ക് സാരമുള്ളതാണ്. എന്തായാലും ഈ കുട്ടികളിൽ 2 പേരെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവർ പറയുന്നത് ഈ 7 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ബിൽഡിംഗ് പൊളിച്ചു നീക്കാൻ കെട്ടിടമുടമയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതുവഴി ഭാരവാഹനങ്ങൾ പോകുന്നത് അപൂർവമായിട്ടാണ് പോകുന്നത്. അത് തടയണമെന്നൊരാവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്.